നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ബിജെപി മഹിളാ മോർച്ച ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന വിളംബര ജാഥ സംഘടിപ്പിച്ചു. ബിജെപി ജില്ലാ സെക്രട്ടറി വിൻഷി അരുൺകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചെറുശ്ശേരി ശ്രീ മുല്ലക്കൽ നനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ 10ാം ഉദയ മഹോത്സവത്തിന് സമാപനമായി. 4 ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തർ സംബന്ധിച്ചു. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആനക്കല്ലിൽ അവണിശ്ശേരി ഫെസ്റ്റ് പുരോഗമിക്കുന്നു. 3ാം ദിനം ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ബിജെപി മഹിളാ മോർച്ച ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന വിളംബര ജാഥ സംഘടിപ്പിച്ചു. ബിജെപി ജില്ലാ സെക്രട്ടറി വിൻഷി അരുൺകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജാഥ പാലക്കൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച് തായംകുളങ്ങരയിൽ സമാപിച്ചു. തുടർന്ന് തായംകുളങ്ങരയിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ സെക്രട്ടറി പൂർണിമ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് രേണുക രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സൂര്യ ശോഭി, അവണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, അംഗങ്ങളായ വൃന്ദ ദിനേശ്, ഡാലി ബിനോയ്, സായ രാമചന്ദ്രൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മീന മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷിജോ ഫ്രാൻസിസ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുബിൻ കൊന്നക്കൽ, ചേർപ്പ് പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റ് സി വിജയൻ എന്നിവർ നേതൃത്വം നൽകി. ചെറുശ്ശേരി ശ്രീ മുല്ലക്കൽ നനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ 10ാം ഉദയ മഹോത്സവത്തിന് സമാപനമായി. 4 ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തർ സംബന്ധിച്ചു. തിങ്കളാഴ്ച രാവിലെ പറന്നിറക്കൽ, ദേവിയുടെ ഗ്രാമപ്രദക്ഷിണം, വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദേവനൃത്തത്തിന്റെ അകമ്പടിയോടെ കുതിരവേല എന്നിവ നടന്നു. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആനക്കല്ലിൽ നടക്കുന്ന അവണിശ്ശേരി ഫെസ്റ്റിന്റെ 3ാം ദിനം ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി പ്രസിഡന്റ് പി.ജി. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ നാടക നടൻ സുനിൽ സുഗത മുഖ്യാതിഥിയായിരുന്നു. അവണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, ബാബു എടക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നന്ദുണിപ്പാട്ട്, കരോക്കെ ഗാനമേള, ഡാൻസ്, വിസിൽ ഗാനം, കവിതാ പാരായണം തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതിന്റെ കാൽപ്പനിക ഭാവങ്ങളും ഒത്തിണങ്ങിയ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണ ശ്രേണി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇനി ചെറുശ്ശേരിയിലും ലഭിക്കും. സ്വർണ്ണാഭരണ നിർമ്മാണ രംഗത്ത് വർഷങ്ങളുടെ വിശ്വാസ്യതയുടെ കരുത്തുമായി ലക്ഷ്മി ഗോൾഡ് വർക്ക്സ് ജ്വല്ലറി മേഖലയിലേക്ക് ചുവടുവയ്ക്കുന്നു. ലക്ഷ്മി ഗോൾഡ് ജ്വല്ലറി ചെറുശ്ശേരി ഉങ്ങിൻചോട് പ്രവർത്തനം ആരംഭിച്ചു. ഗവൺമെന്റ് അംഗീകൃത GST, HUID ഹോൾമാർക്കിംഗ് ആഭരണങ്ങളുടെ കമനീയ ശേഖരവുമായാണ് ലക്ഷ്മി ഗോൾഡ് ജ്വല്ലറി ഉങ്ങിൻചോട് പ്രവർത്തനം ആരംഭിച്ചത്. നാൽപ്പത് വർഷത്തിലേറെ കാലമായി സ്വർണ്ണാഭരണ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ലക്ഷ്മി ഗോൾഡ് വർക്ക്സ് അതേ വിശ്വാസ്യതയോടെയാണ് ജ്വല്ലറി വ്യാപാര മേഖലയിലേക്ക് ചുവടുവെക്കുന്നത്.
2 ഗ്രാമിൽ തുടങ്ങുന്ന ചെയിനുകൾ, 100 മില്ലിയിൽ തുടങ്ങുന്ന കുട്ടിമോതിരങ്ങൾ, 500 മില്ലിയിൽ തുടങ്ങുന്ന കുട്ടിവളകൾ, മുത്തരഞ്ഞാണം, കൊന്ത, ലക്ഷ്മിമാല, നെക്ലേസുകൾ, പാദസരം, വളകൾ, കമ്മലുകൾ, കൈച്ചെയിനുകൾ, മൂക്കുത്തി, സെക്കൻഡ് സ്റ്റഡ്, ലോക്കറ്റുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ലക്ഷ്മി ഗോൾഡ് ജ്വല്ലറി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഉപഭോക്താക്കളുടെ താൽപര്യാർത്ഥം ഏത് ആഭരണ ഡിസൈനുകളും സ്വന്തം പണിശാലയിലൂടെ നിർമ്മിച്ചു നൽകുന്നു. പഴയ ആഭരണ റിപ്പയറുകൾ മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്തു നൽകുകയും ചെയ്യും. ഉങ്ങിൻചുവട് ഭഗവാൻ ഭഗവതി ക്ഷേത്രം റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം സ്ഥാപന ഉടമയുടെ മാതാപിതാക്കളായ ശ്രീധരൻ, തങ്കമ്മു എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ മാനേജ്മെന്റ്, കുടുംബാംഗങ്ങൾ, സ്റ്റാഫ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ വ്യാപാര സ്ഥാപനം അടിച്ചു തകർത്തു കടയുടമയെ ആക്രമിച്ചു. എടവിലങ്ങ് ചന്തയിൽ പ്രവർത്തിക്കുന്ന അരുൺ ട്രേഡേഴ്സിലാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കടയുടമ കൊണ്ടിയാറ ഉണ്ണികൃഷ്ണന് പരിക്കേറ്റു. മോട്ടോർ ബൈക്കിലെത്തിയ 2 പേരാണ് ആക്രമണം നടത്തിയത്. രാവിലെ കടയിലെത്തിയ 2 പേർ വെളിച്ചെണ്ണ വില കുറച്ച് വിൽക്കുന്നതിനെ ചൊല്ലി ഉണ്ണികൃഷ്ണനുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണമുണ്ടായതെന്നാണ് സൂചന. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം നഗരത്തിലെ മലായ ജംഗ്ഷനിൽ ടോറസ് ലോറിയും മിനി പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച അപകടത്തിൽ മിനി പിക്കപ്പ് ലോറിയിൽ ഉണ്ടായിരുന്ന യുവാവിന് പരിക്കേറ്റു. എറണാകുളം ചേരാനെല്ലൂർ സ്വദേശി പാനേലിക്കുടി വീട്ടിൽ 27 വയസ്സുള്ള അഖിൽ ജോണിനാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്നും ലോഡുമായി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന മിനി പിക്കപ്പ് ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന ടോറസ് ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മിനി പിക്കപ്പ് ലോറി റോഡിൽ മറിഞ്ഞു വീണു. തുടർന്ന് യാത്രക്കാരും കുന്നംകുളം പോലീസും സ്ഥലത്തെത്തി വാഹനത്തിൽ നിന്നും പുറത്തെടുത്ത യുവാവിനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുകയും ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ സംഭവ സ്ഥലത്തു നിന്നും നീക്കം ചെയ്തു. തൃശൂരിൽ വൻ വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തി. 15,000 കുപ്പി വ്യാജ വിദേശ മദ്യവും 2,500 ലിറ്റർ സ്പിരിറ്റും പിടികൂടി. സംഭവത്തിൽ BJP മുൻ പഞ്ചായത്ത് അംഗം ലാൽ ഉൾപ്പെടെ 2 പേർ പിടിയിൽ. ആളൂർ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. BJP മുൻ പഞ്ചായത്ത് അംഗം ലാലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കോഴിഫാം. ലാലിന്റെ കൂട്ടാളി ലോറൻസ് ആണ് പിടിയിലായ 2ാമത്തെയാൾ. നാടക നടൻ കൂടിയായ ലാൽ KPSC ലാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോഴിഫാമിന്റെ മറവിലായിരുന്നു വ്യാജ മദ്യനിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. പോലീസ് പരിശോധനയിൽ നിർമ്മാണം പൂർത്തിയാക്കി കടലാസ് പെട്ടികളിൽ പാക്ക് ചെയ്ത വിതരണത്തിന് തയ്യാറാക്കി വെച്ച നിലയിലാണ് 15,000 കുപ്പി വ്യാജ വിദേശ മദ്യം കണ്ടെത്തിയത്. മദ്യം നിർമ്മിക്കുന്നതിനായി പ്ലാസ്റ്റിക് ബാരലുകളിലായിരുന്നു സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. വ്യാജ മദ്യ നിർമ്മാണം കോഴിഫാമിന്റെ മറവിലായതിനാൽ നാട്ടുകാർക്ക് ആർക്കും സംശയം തോന്നിയിരുന്നില്ല. കർണാടകയിൽ നിന്നാണ് ഇവിടേക്ക് സ്പിരിറ്റ് എത്തിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതൊരു രഹസ്യറ പോലെ ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു ഈ ഗോഡൌണിന്റെ ബാക്കിൽ. ഇതൊരു കോഴിഫാമിന്റെ മറവിലാണ് നടത്തുന്നത്. അതിന്റെ സൈഡിലുള്ള ഒരു ഗോഡൌണിനുള്ളിൽ ഒരു രഹസ്യറ പോലെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് ഈ സ്പിരിറ്റിന്റെ കന്നാസുകൾ. ഇപ്പൊ ഒരു 68 കന്നാസ്, 35 ലിറ്ററിന്റെ 68 കന്നാസ് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ ഒരുപാട് ഈ ബോട്ടിൽസ്, ലിക്കർ ബോട്ടിൽസ്, ഇത് വേറെ എവിടെയോ ബോട്ടിൽ ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ടുള്ള ലിക്കറിന്റെ ബോട്ടിൽസ് ആണ്. അതും ഉണ്ട്. ഒരു 15,000-ഓളം ബോട്ടിൽസ് വരുന്നതാണ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി. അത് എണ്ണി കഴിഞ്ഞാൽ മൊത്തം പുറത്തെടുത്ത് എണ്ണി കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് കണക്ക് കിട്ടുള്ളൂ. അത് മസാല എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 ആളാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ആൾക്കാർ ഇതിന്റെ പുറത്ത് ഉണ്ടെന്നുള്ള നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. അതനുസരിച്ച് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കും. സാധ്യതയുണ്ട്, നോക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഇത് നടക്കുന്നത് എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇൻഫർമേഷൻ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ പ്രാഥമിക വിവരം. അത് ബാംഗ്ലൂർ അവിടെ നിന്ന് ബോട്ടിൽ ചെയ്തിട്ട് വരുന്നു എന്നാണ് നമുക്ക് ഇപ്പൊ പിടിച്ചിട്ടുള്ള പ്രതികളിൽ നിന്ന് അറിയാൻ കിട്ടിയത്. അത് കൂടുതൽ അന്വേഷണം നടത്തണം. ഇതിന്റെ ബോട്ടിലിംഗ് എവിടെയാണെന്നും ഇത് ശരിയാണോ, തന്ന ഇൻഫർമേഷൻ ശരിയാണോ എന്നുള്ളത് കൂടുതൽ വെരിഫൈ ചെയ്താൽ അറിയുള്ളൂ.
ലോക്കലിൽ കൊടുക്കുന്നതാണോ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ട് ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകുന്നതാണ്, പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. സ്പിരിറ്റ് എവിടെ നിന്നാണ് എത്തിച്ചതെന്നും ഇടനിലക്കാർ ആരെല്ലാമാണെന്നും നിർമ്മിച്ച വ്യാജമദ്യം എവിടെയെല്ലാമാണ് വിൽപ്പന നടത്തുന്നത് എന്നതുൾപ്പെടെ അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വെങ്ങണിശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റായി CPM-ലെ MP സതീഷ് ബാബുവിനെ തിരഞ്ഞെടുത്തു. CPI-ലെ ബോബൻ ജെ ചക്കാലക്കലാണ് വൈസ് പ്രസിഡന്റ്. MS സത്യൻ, CC കണ്ണൻ, KV മഞ്ജുനാഥ്, MV സുമേഷ്, BG രഞ്ജിത്ത്, MK മുരളി, DM ഉദയഭാനു, ഹിമ മഹേഷ്, AM സൗമ്യ എന്നിവരടങ്ങിയ ഭരണസമിതി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന. ചൊവ്വാഴ്ച ഗ്രാമിന് 20 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് വില 5840 രൂപയായി. 1 പവൻ സ്വർണത്തിന് വില 46,720 രൂപയുമായി. 18 കാരറ്റിന്റെ 1 ഗ്രാം സ്വർണത്തിന് 15 രൂപ വർദ്ധിച്ച് വില 4835 രൂപയിൽ എത്തിയിട്ടുണ്ട്. ചേർപ്പ് കിൻലി ഗാർഡൻ പ്രീ പ്രൈമറി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും പങ്കെടുത്തു. ചെറുവത്തേരി പരേതനായ വെള്ളത്തിട്ട് കിഴക്കേടത്തു മനയ്ക്കൽ ദിവാകരൻ നമ്പൂതിരിയുടെ ഭാര്യ ശോഭ അന്തർജനം നിര്യാതയായി. 70 വയസ്സായിരുന്നു. വാസുദേവൻ നമ്പൂതിരി മകനും ദിവ്യ അന്തർജനം മരുമകളുമാണ്. സംസ്കാരം നടത്തി. വെങ്ങണിശ്ശേരി കൂട്ടാലക്കുന്ന് മുണ്ടനാട്ട് പുഷ്പാങ്കദൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9-ന് വടൂക്കരയിൽ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5840 രൂപ, പവന് 46,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് BJP മഹിളാ മോർച്ച ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന വിളംബര ജാഥ സംഘടിപ്പിച്ചു. BJP ജില്ലാ സെക്രട്ടറി വിൻഷി അരുൺകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചെറുശ്ശേരി ശ്രീ മുല്ലക്കൽ നനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ 10ാം ഉദയ മഹോത്സവത്തിന് സമാപനമായി. 4 ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തർ സംബന്ധിച്ചു. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആനക്കല്ലിൽ അവണിശ്ശേരി ഫെസ്റ്റ് പുരോഗമിക്കുന്നു. 3ാം ദിനം ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.